Hi friends, എല്ലാവർക്കും Mallakattu Creations YouTube ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്കൊരു S Pen ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. നമ്മുടെ സാംസങ് ഗാലക്സി S8ൽ ഇത്തരം ഒരു S Pen അവൈലബിൾ ആണ്. പക്ഷേ സാംസങ് ഗാലക്സി S8ന് ഏകദേശം 68,000 രൂപയോളം വിലയൊക്കെ വരും. പക്ഷേ അത് വളരെ നല്ലൊരു ഫീച്ചറാണ് ഇത്തരം S Pen ഉള്ളത്. നമുക്ക് സിഗ്നേച്ചർ ഇടാൻ, ഡിജിറ്റൽ സിഗ്നേച്ചർ ഇടാൻ, അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മളുടെ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ ഒരു ചെറിയ S Penന് വേണ്ടി നമ്മൾ വെറും 68,000 രൂപ വെറുതെ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധാരണ സ്മാർട്ട് ഫോണിലും S Pen ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇത്തരം S Penന് നമുക്ക് ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭീമമായ തുക തന്നെ കൊടുക്കേണ്ടി വരും. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് S Pen ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു പോയ ഒരു പെന്നാണ്. അതുകൊണ്ട് ഇതുപോലെ ഇരിക്കുന്നത്. ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പെന്ന് അതിൻ്റെ നിബ്ബ് ഊരി മാറ്റിയ ശേഷം ഇതുപോലൊരു അവസ്ഥയിൽ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കോട്ടനാണ്, പഞ്ഞി, നമ്മുടെ സാധാരണ ഫസ്റ്റ് എയ്ഡ് ബോക്സിലൊക്കെയുള്ള പഞ്ഞിയില്ല, ആ പഞ്ഞി. പിന്നെ നമുക്കൊരു കത്രിക ആവശ്യമാണ്, സിസേഴ്സ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ചെറിയ മഗ് വാട്ടർ, വളരെ ശകലം വാട്ടർ മതി നമുക്ക്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കോട്ടണിൽ നിന്ന് വളരെ ചെറിയൊരു പീസ് കോട്ടൺ ഇതുപോലെ ഊരിയെടുക്കുക. നമ്മൾ വളരെ ചെറുത്, മൈന്യൂട്ടായിട്ട് മതി. ഇത്തരം ഒരു ചെറിയ പീസ് കോട്ടൺ നമ്മൾ ഇതിൽ നിന്ന് ഊരിയെടുക്കുക, സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു മഗ് വാട്ടർ ഉണ്ട്, ആ മഗ് വാട്ടർ എടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് പിരിക്കുക, ട്വിസ്റ്റ് ചെയ്യുക. ഇതുപോലെ നോക്കുക, ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ട്വിസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്ലൈറ്റ്ലി ചെറുതായിട്ട് അതിൽ വെള്ളത്തിലൊന്ന് മുക്കുക. അന്നേരം തന്നെ എടുക്കുക. ഒത്തിരി നേരം വെള്ളത്തിൽ ഇത് മുക്കി പിടിച്ചുകൊണ്ടിരിക്കരുത്. ഒരു കാരണവശാലും നിങ്ങൾ ഒരുപാട് നേരം ഇത് വെള്ളത്തിൽ മുക്കി പിടിച്ചുകൊണ്ടിരിക്കരുത്. അത് ഈ കോട്ടൺ ഡാമേജ് ആകാൻ ഇടയാക്കും. അതിനുശേഷം നമ്മൾ അത് നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ ഒന്നുകൂടെ ട്വിസ്റ്റ് ചെയ്യുക. ഇതുപോലെ നോക്കുക, നമുക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. കണ്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ കയ്യിലിരിക്കുന്ന, ഞാൻ നേരത്തെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരു യൂസ്ലെസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച ശേഷം നമ്മൾ എറിഞ്ഞ ഒരു പെൻ നമുക്ക് ആവശ്യമുണ്ടെന്ന്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ആ ഹോൾ ഇവിടെ കാണാൻ സാധിക്കും, നിബിൻ്റെ ഹോള്. അതിൻ്റെ അകത്തേക്ക് ഇത് ഇറക്കി വെക്കുക. അതായത് നമ്മൾ ഉണ്ടാക്കിയ പഞ്ഞി, നനച്ച പഞ്ഞി ഇറക്കി വെക്കുക. ഇതുപോലെ നോക്കുക, വളരെ സിമ്പിളായിട്ട് ഇത് ഇറക്കി വെക്കുക. പിരിച്ച് ഇറക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് കളയാം, എക്സസ് ആയിട്ട് നിൽക്കുന്ന പാർട്ട്. ഇപ്പം നോക്കുക, ഇങ്ങനെ പിരിച്ച് കയറണം. കാരണം ഇതൊരു പെന്നിൻ്റെ ഷേപ്പിൽ, പെന്നിൻ്റെ നിബിൻ്റെ ഷേപ്പിൽ ഇത് വരാനായിട്ട് ഇങ്ങനെ പിരിച്ച് ഇറക്കുക. പതിയെ അവിടെ ഫിക്സ് ആയിട്ടിരുന്നോളും. ഇപ്പോൾ നിങ്ങളുടെ ആ ഹോളിൽ ഇത് കറക്റ്റായിട്ട് ഇത് ഫിക്സ് ആയിട്ട് ഇരിക്കുന്നില്ല, ഊരിപ്പോരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കോപ്പർ വയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഗ്ലൂ അവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ അത് ഊരിപ്പോയിരിക്കും. നോക്കുക, ഇപ്പോൾ അത് കറക്റ്റ് ഒരു പെന്നിൻ്റെ നിബിൻ്റെ ഷേപ്പിലായിട്ടുണ്ട്. നോക്കുക. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് മുക്കി കൊടുക്കുക. യെസ്, മുക്കിയ ശേഷം നമ്മൾ ഒന്നുകൂടെ അതൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ S Pen റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടെസ്റ്റിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഫോൺ എൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടെസ്റ്റിംഗ് ആണ് നോക്കേണ്ടത്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന S Pen വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പം ഞാനിത് ടച്ച് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കുക, ഞാൻ വളരെ ലൈറ്റായ രീതിയിലാണ് ഇത് ടച്ച് ചെയ്യുന്നത്. എന്നിട്ട് പോലും ഇത് വളരെ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കുക, നമുക്ക് എന്ത് വേണമെങ്കിലും മ്യൂസിക് ഓപ്പൺ ചെയ്യണമെങ്കിൽ മ്യൂസിക് ഓപ്പൺ ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും.
നമുക്ക് വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടി ടൈപ്പ് ചെയ്യുന്നതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. വളരെ സിമ്പിളായിട്ടാണ് നോക്കുക. നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. നോക്കുക, വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ നമുക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ വളരെ സ്മൂത്തായിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല, നിങ്ങളിത് വളരെ സിമ്പിളായിട്ടൊന്ന് നിങ്ങളിത് ഞാൻ ഈ കാണിക്കുന്ന ഇതൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ വീട്ടിൽ. കാരണം ഇത് നിങ്ങളുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ട് വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. നിങ്ങൾക്കിത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത് എന്തായാലും ഇത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള സിമ്പിളായിട്ട് നിങ്ങൾ പുതുതായിട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അതുപോലെ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾ ജസ്റ്റ് ചുമ്മാ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ചിലവും വരുന്ന സംഭവമല്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.